പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫോക്കസ് ഓൺ ജീസസ് എന്ന ഗ്രൂപ്പിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ അനീഷ് പാസ്റ്ററേയും കുടുംബത്തോടും ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇതിൻ്റെ ആ 4-ാം വാക്യത്തിൽ ഇരുന്നാണ് ഒരു ചെറിയ ചിന്ത പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, തള്ളപ്പെടുന്ന അവസ്ഥ, മനുഷ്യർ തള്ളിയതെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം. നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ മനുഷ്യരാൽ തള്ളപ്പെട്ട അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചിലരെ മാത്രം അതിൽ നിന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. യോസഫ്, ദാവീദ്, ഇയ്യോബ്, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പലരെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ, ഹല്ലേലൂയ, താൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്നാണ്, ഹല്ലേലൂയ, സ്തോത്രം, വചനത്തിൽ പറയുന്നത്. യോസഫ് തള്ളപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, അവൻ്റെ ദർശനം. 1, അവൻ്റെ ദർശനം. 2, അപ്പൻ്റെ ഇഷ്ടപുത്രൻ. പിന്നീട് അപ്പൻ അവന് കൊടുത്ത വിശിഷ്ട വസ്ത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് തള്ളപ്പെടുവാനുണ്ടായ കാരണം ഏറ്റവും ചെറിയവൻ, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ യോഗ്യതയില്ല, ആട് മേയ്ക്കുന്നവൻ. ഹല്ലേലൂയ. ഇയ്യോബ് എല്ലാ സാക്ഷ്യവും ഉണ്ടായിരുന്നിട്ടും, ഹല്ലേലൂയ, എല്ലാവരാലും വെറുക്കപ്പെട്ടു. അത് സാത്താൻ ഒരു നോട്ടപ്പുള്ളിയാക്കിയത് കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ രൂത്ത്, എസ്തേർ, ഇവരെ പറ്റിയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാം മനുഷ്യരാൽ തള്ളപ്പെട്ട വ്യക്തികളായിരുന്നു. യേശു ക്രിസ്തു തള്ളപ്പെട്ടത് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് യേശു ക്രിസ്തു വെറുക്കപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സഹോദരിയെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം, അതിൻ്റെ 17-18 വാക്യങ്ങൾ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. അപ്പോഴേ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, റാഹേലിന് വേണ്ടിയാണ് യാക്കോബ് വന്ന് ലാബാനെ സേവിച്ചത്. ഹല്ലേലൂയ. എന്നാൽ യാക്കോബിന്റെ കൺമോഹമായിരുന്നു, പ്രിയപ്പെട്ടവരെ, റാഹേൽ. എന്നാൽ ദൈവിക ഉടമ്പടി എഴുതപ്പെട്ടത് ലേയയിൽ കൂടി ആയിരുന്നു. മാതാപിതാക്കളുടെ ദൃഷ്ടിയിൽ പോലും ലേയ ഒരു ഭാരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 29-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നത്, അതിന് ലാബാൻ മൂത്തവൾക്ക് മുൻപേ ഇളയവളെ കൊടുക്കാൻ ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. അപ്പം നടപ്പ് നിവർത്തിക്കാൻ വേണ്ടിയായിരുന്നു ലാബാൻ ലേയയെ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പ്രിയ ദൈവമക്കളെ, നാം ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സഭ, സമൂഹം, ഇവരുടെയൊക്കെ മുൻപിൽ നമുക്കും പല പേരുകളൊക്കെ കാണുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, സൗന്ദര്യമില്ലാത്തവൾ, അല്ലെങ്കിൽ പണമില്ലാത്തവർ, സൗകര്യമില്ലാത്തവർ, കാറില്ല, ബംഗ്ലാവില്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ പേരിൽ കൂട്ടിച്ചേർക്കും. എന്നാൽ ആ പേരിനേക്കാളെല്ലാം ഉപരിയായ ഒരു പേര് കർത്താവ് നമുക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് ലേയയുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സൗന്ദര്യമില്ലാത്ത ലേയയെ ദൈവിക ഉടമ്പടിയുടെ പ്രതീകമായിരുന്നു, പ്രിയപ്പെട്ടവരെ. സൗന്ദര്യമുള്ള റാഹേലിനെ അല്ല കർത്താവ് ഉടമ്പടിക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, സൗന്ദര്യമില്ലാത്ത, അല്ലെങ്കിൽ കണ്ണിൻ്റെ ശോഭ കുറഞ്ഞ ലേയയായിരുന്നു ദൈവികമായ ഉടമ്പടിക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ
പലപ്പോഴും നാം ആഗ്രഹിച്ചത് നടക്കാതിരിക്കുമ്പോൾ നാം എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാം വിധിയാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അല്ല പ്രിയ ദൈവ പൈതലേ, വിധിയല്ല. ദൈവം തൻ്റെ ഉടമ്പടി നമ്മിൽ കൂടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് നിറവേറണമെങ്കിൽ ലേയയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോയെങ്കിലേ മതിയാകൂ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ കണ്ണുകളിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ കണ്ണുകളിൽ റാഹേൽ ആകർഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ വാഗ്ദാനം ലേയ ഗർഭത്തിൽ വഹിച്ച്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ലേയ രക്ഷയുടെ ചരിത്രമായി മാറി. ഹല്ലേലൂയ. നാം പലയിടങ്ങളിലും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെടുമ്പോൾ ചിന്തിക്കുക, നമുക്ക് വേണ്ടി ഉടമ്പടി ചെയ്തവൻ വലിയതൊന്നും നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 35:19 നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ റാഹേലിന്റെ അവസാന സമയം, മരണസമയം. ഹല്ലേലൂയ, റാഹേൽ വഴിയരികിൽ അടക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ലേയയെ ഹല്ലേലൂയ, സ്തോത്രം, ഉൽപ്പത്തി 49:31 നമുക്ക് കാണുവാൻ കഴിയുന്നു. ലേയയെ അടക്കിയത് എവിടെയാണ്? ദൈവം തന്റെ നിയമം എഴുതിയ മണ്ണിൽ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ പദ്ധതിയിൽ ലേയ ആരുമല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. ആഗ്രഹിക്കപ്പെട്ടവളല്ലായിരുന്നു. ആരും കാണാത്ത ഒരു കണ്ണുനീരായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ യാക്കോബിന്റെ ദൃഷ്ടിയിൽ ലേയ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്വർഗം അവളെ വാഗ്ദാനത്തിന്റെ പാത്രമാക്കി മാറ്റി. ലേയയുടെ ഗർഭത്തിൽ നിന്നാണ് യഹൂദ ജനിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദയിൽ നിന്നുമാണല്ലോ യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ തിരസ്കരണത്തിന് ഹല്ലേലൂയ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ തടയുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഈ കാലങ്ങളിൽ റാഹേലാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരാൽ കാണപ്പെടുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആഗ്രഹിക്കപ്പെടുവാൻ, ആകർഷിക്കപ്പെടുവാൻ, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുവാൻ, ആദ്യത്തെ തിരഞ്ഞെടുപ്പാകുവാൻ, ഇതെല്ലാം ആകുവാനാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഓർക്കുക, ദൈവം ചരിത്രം സൃഷ്ടിക്കുന്നത് ലേയിൽ കൂടെയാണ്. മനുഷ്യരാൽ തള്ളപ്പെട്ടിരിക്കുന്നവരിൽ കൂടെയാണ് കർത്താവ് തൻ്റെ ചരിത്രം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ നിയമത്തെ ഉറപ്പിക്കുന്നത് മനുഷ്യന്റെ ഇഷ്ടങ്ങളിലല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഉറപ്പിക്കുന്നത് ഇവിടെയാണ്, കൃപയിലാണ്, കരുണയിലാണ്, തിരഞ്ഞെടുപ്പിൽ. തകർന്ന ഹൃദയങ്ങളിലാണ് കർത്താവ് തൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, നിയമത്തെ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, അവഗണിക്കപ്പെട്ടവരാണോ നമ്മൾ? രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണോ നമ്മൾ? ആരും നമ്മുടെ മൂല്യം കാണുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉറപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മനുഷ്യന്റെ തിരസ്കരണം ദൈവത്തിന്റെ വിളിയെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യർ നമ്മളെ മറക്കാം, എന്നാൽ ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. തിരസ്കരിക്കപ്പെട്ടവരാണ് കർത്താവിന്റെ കൈകളിലെ, മനുഷ്യരാൽ തിരസ്കരിക്കപ്പെട്ടവരാണ് കർത്താവിന്റെ കൈകളിലെ മഹിമാ പാത്രങ്ങളായി മാറുന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടാത്തവരാണ് ഹല്ലേലൂയ തലമുറകളുടെ തൂണുകൾ കർത്താവാക്കുന്നത്. ഹല്ലേലൂയ, മുറിവേറ്റവരാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവിക വാഗ്ദാനങ്ങളെ വഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നാം ഇപ്പോൾ ലേയമാരാണെന്ന് തോന്നുന്നുവെങ്കിൽ ഓർക്കുക പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലും തോൽക്കുകയല്ല. ദൈവം നാം ഓരോരുത്തരിൽ കൂടെയും ലേയയെ പോലെ വലിയ വലിയ വാഗ്ദാനങ്ങളെ ചുമക്കുന്നവരായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലേയ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നില്ല. അവൾ മറഞ്ഞിരിക്കുന്നവരോട് ഒരു ഉടമ്പടിയായിരുന്നു പ്രിയ ദൈവമക്കളെ. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മനുഷ്യർ നമ്മളെ തള്ളിയതെങ്കിലും ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ശ്രേഷ്ഠവും മാന്യവുമായി കർത്താവ് കണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനാൽ നിരാശപ്പെടാതെ കർത്താവ് തൻ്റെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വലിയ വാഗ്ദാനങ്ങളെ ചുമക്കുന്ന പാത്രങ്ങളായി നമുക്ക് മാറാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ അനീഷ് പാസ്റ്ററിനോടും ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.